morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Let x and y have the following probability distribution. Then in the table ഇതാണ്. Y ക്ക് corresponding ആയിട്ട് 1 2, x ന് corresponding ആയിട്ട് 1 2 3. Then values 0.15, 0.10, 0.30, 0.20, 0.15, 0.10. നമുക്ക് ഈ x ഉം y ഉം ഇൻഡിപെൻഡന്റ് ഓർ നോട്ട്, ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും വരയ്ക്കും. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് വൈ, then വൈയുടെ വാല്യൂ 1, then 2, എക്സിന്റെ വാല്യൂസ് 1 2 3. then നമ്മൾ ഈ കോളത്തില് px കണ്ടുപിടിക്കും. fx of x, ഈ കോളത്തില് fx of x. ഇനി ഈ കോളത്തില് fy of y. ഇവിടെ നമുക്ക് fy of y, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. ഇവിടെ നമുക്ക് fx of x എടുക്കാനായിട്ട് ഇവിടെ നമ്മൾ ഈ ടേബിളിൽ നിന്നുള്ള വാല്യൂസ് കൂടി എഴുതാം. 0.15, 0.10, 0.30, 0.20. ഇവിടെ 0.15, 0.10. ഇനി ഈ വാല്യൂ ഇവിടെ ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യാം. 0.15ഉം 0.1ഉം കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.25. ഇനി 0.30ഉം 0.20 ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും? 0.50. ഈ 0.15 0.10 ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ 5 then 2 0.25. ഇനി ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 0.25 0.50 0.25 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 കിട്ടണം. ഇവിടെ അതുപോലെ നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം 0.15 0.30 0.15 ആഡ് ചെയ്യുമ്പോൾ 10 2 3 5 4 0.60. ഇനി ഇവിടെ ഈ കോളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 2 3 4 0. ഇത് കൂട്ടിക്കഴിയുമ്പോൾ 1. അപ്പൊ fx of x കിട്ടി, fy of y കിട്ടി. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x കിട്ടി, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y കിട്ടി. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x കിട്ടി, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് to show that fxy is equal to fx of x into fy of y. ഇത് ചെക്ക് ചെയ്യണം. ഇത് ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് ടേക്ക് ഒരു വാല്യൂ എടുക്കാം. ടേക്ക് ഒരു എക്സാമ്പിൾ, ടേക്ക് f of 1 2. f of 1 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ന്റെ വാല്യൂ 1 ഉം y യുടെ വാല്യൂ 2, ആ വാല്യൂ 0.1. then fx of 1 എന്ന് പറഞ്ഞാൽ 1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ്? 0.25. fy of 2 എടുക്കാം. fy of 2 എത്രയാണ്? y ക്ക് 2 കറസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ fy of 2 എത്രയാണ്? 0.4. fy of 2 എന്ന് പറഞ്ഞാൽ 0.4. ഇനി fx of 1 into fy of 2 കുറിച്ച് നോക്കാം. അപ്പൊ 0.25 into 0.4 നമുക്ക് അത്ര കിട്ടും. 4 ഇഞ്ച് 20 4 8 10. അപ്പൊ നമുക്ക് 0.1. that is equal to 0.1. that is equal to എന്താണ്? f of 1 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? here fx of x into fy of y is equal to f of x. therefore the x and y are independent. ഇപ്പോൾ ഇവിടെ നമ്മൾ f of 1 2 ആണ് എടുത്തത്. f of 1 എടുത്തപ്പോൾ നമുക്ക് 0.10 കിട്ടി. fx of 1 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. fy of 2 എന്ന് പറഞ്ഞാൽ 0.40 ആണ്. 0.25 നെ നമ്മൾ 0.4 കൊണ്ട് വെച്ച് 0.1. അപ്പോൾ fx of x into fy of y is equal to f of y. വേറെ ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം. take another example. therefore take f23.
F23 F233 ആണെങ്കിൽ F23 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. F23 0.1 ആണ്. Then FX2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. F23 എടുക്കാൻ പറ്റില്ല, കാരണം FY3 ഇതിലില്ലല്ലോ. FY3 ഇതിലില്ല. ഇതിലുള്ളത് എടുക്കണം. അടുത്ത നമുക്ക് വേറെ എണ്ണം എടുക്കാം. F32 എടുക്കാം. F32 എത്രയാണ്? 0.1. അപ്പോ Fx3 എത്രയാണ്? Fx3 എന്ന് പറഞ്ഞാൽ 0.25. Fi(2) എത്രയാണ്? Fi(2) എന്ന് പറഞ്ഞാൽ 0.4. Fx3 into Fi(2) 0.25 നമ്മൾ 0.4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 0.1. അത് നമുക്ക് എന്ത് കിട്ടും? Fx3 into Fi(2) is equal to F32. Therefore, we can say that X and Y are independent. അപ്പോൾ ഈ പ്രോബ്ലത്തില് എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ എക്സും വൈ ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ടേബിളിൽ നിന്നും Fx(x) മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കുക. Fx(x) കണ്ടുപിടിക്കുക, Fi(y) കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചതിന് ശേഷം ഈ Fxy ഈക്വൽ ടു Fx(x) into Fy(y) എന്ന് അറിയാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം എടുത്താണ് F(12) F(12) എന്ന് പറഞ്ഞാൽ ടേബിൾ നോക്കി അറിയാം. F(12) എക്സിന്റെ വാല്യൂ 1 ഉം വൈയുടെ വാല്യൂ 2 ആയിട്ട് 0.1 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് F(12) Fx(1) കൊടുക്കുക, Fi(2) കൊടുക്കുക. Fx(1) എത്രയാണ്? Fx(1) 0.25 ആണ്. Fi(2) എത്രയാണ്? Fi(2) എന്ന് പറഞ്ഞാൽ 0.4 ആണ്. കുടിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? 0.10. അതായത് Fx(1) into Fi(2) is equal to 0.2. അപ്പൊ ഇതുപോലെ ഏതെടുത്താലും നമുക്ക് ഈ റിസൾട്ട് ക്ലിയർ ആയിരിക്കും. Fx(y) is equal to Fx(x) into Fi(y). ഏത് എക്സാമ്പിൾ എടുത്താലും ഇത് കറക്റ്റ്. അതിന്റെ ബേസിൽ we can say that the given x and y are the variables x and y are independent. ഈ പ്രോബ്ലത്തില് x ഉം y ഉം ഇൻഡിപെൻഡന്റ് ആണ്. ഇതെന്ന് ചോദിച്ചതാണ്? ജൂൺ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ടേബിൾ ഇതാണ്. ഈ ടേബിളിൽ ഈ ഒരു ഇവിടെ Fx(x) ഉം Fi(y) ഉം നിങ്ങൾ എഴുതുക. Fx(x) കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവർക്ക് കൂട്ടിയാൽ മതി. ഇവിടെയും കൂട്ടാം, ഇവിടെയും കൂട്ടാം. അതുപോലെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 3 വാല്യൂസ് ഉണ്ട്. 0.25, 0.50, 0.25. ഇത് മൂന്നും കൂട്ടുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 1 ആയിരിക്കും. അതേപോലെ തന്നെ Fi(y) കാണാം. അതിന് ഇങ്ങനെ കൂട്ടാം, കോളം വൈസ് കൂട്ടാം. മറ്റേത് റോ വൈസ് കൂട്ടുമ്പോൾ ഇത് കോളം വൈസ് കൂട്ടുന്നു. 0.6, 0.4 കിട്ടും. ഇത് കൂട്ടുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പൊ Fx(x) കണ്ടുപിടിച്ചു, Fi(y) കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഏതെങ്കിലും 1-2 വാല്യൂസ് എടുക്കുക. ഇവിടെ നമുക്ക് Fxy is equal to Fx(x) into Fi(y) എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്തെടുത്തു? ഇവിടെ F(12) ഏത് എക്സാമ്പിളും എടുക്കാം. F(12) 0.10 ആണെങ്കിൽ Fx(1) കണ്ടുപിടിക്കാം, Fi(2) കണ്ടുപിടിക്കും. അത് രണ്ടും നമ്മുടെ ടേബിളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഗുണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? F(12). ഇതുപോലെ ഏതെടുത്താലും മറ്റൊരു എക്സാമ്പിൾ F(32) എന്ന് പറഞ്ഞാൽ എത്രയാ? 0.10 ആണ്. അപ്പൊ Fx(3) എടുക്കാം 0.25. Fi(2) എത്രയാണ്? Fi(2) എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അവിടെ ഗുണിച്ച് ചെയ്യുമ്പോൾ 0.1. അപ്പോ Fxy is equal to Fx(x) into Fi(y). അങ്ങനെ വരുന്നത് കൊണ്ട് we can say that x and y are independent. Okay, എല്ലാവരും എഴുതി എടുത്തോളൂ.